ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൊഴുക്കട്ട തിരുനാളിൻ്റെ ഓർമ്മകളുമായി വലത്തെ കൈയിൽ പ്രാർത്ഥനയുടെ കുരുത്തോലകളുമായി ഹോസാന എന്ന നിസ്സഹായതയുടെ പ്രാർത്ഥനകളെ സന്തോഷത്തിൻ്റെ സങ്കീർത്തനമാക്കി മാറ്റി നാം ഇന്ന് ഹോശാന തിരുനാൾ കൊണ്ടാടുമ്പോൾ വിനയാന്യുതനായി കഴുതപ്പുറത്തു വരുന്നവൻ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് കയറുന്നവൻ, രക്ഷകനായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യരക്ഷയുടെ വാതിൽ തുറന്നു നോക്കിയാൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് ഹോശാന ഞായറിൻ്റെ ഈ പുണ്യ മുഹൂർത്തം. കുരിശിൻ മുൻപിലെ ഒരു നിറകൺ ചിരി. സഹനങ്ങൾക്ക് മുൻപ് ക്രിസ്തു ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, നീ കാത്തിരുന്ന നിന്റെ രക്ഷകനാണ് നിനക്ക് മുൻപിൽ എഴുന്നള്ളി വരുന്നത് എന്ന്. ഹോസാന എന്ന യാചന പ്രാർത്ഥനയെ ആനന്ദത്തിൻ്റെ സ്തുതിഗീതമാക്കുന്ന കാഴ്ചയാണ് നാം ഹോശാന ഞായറാഴ്ച കാണുക. ജീസസ് ഓഫ് നാസറത്ത് എന്ന പേരിലുള്ള വിഖ്യാതമായ ഗ്രന്ഥം എഴുതിയത് പോപ്പ് ബെനഡിക്റ്റ് 16 അതിൽ വ്യക്തമായി പരിശുദ്ധ പാപ്പ പറയുന്നുണ്ട്, ജെറുസലേം നഗര കവാടത്തിൻ്റെ ഇടതുഭാഗത്ത് ജെറുസലേം ദേവാലയം, വലതുഭാഗത്ത് പെസഹ തിരുനാളിനു വരുന്ന ജനലക്ഷങ്ങളെ നിയന്ത്രിക്കുവാൻ നിൽക്കുന്ന റോമൻ പട്ടാള ക്യാമ്പ്. തങ്ങളെ അടിച്ചമർത്താൻ നിൽക്കുന്ന പട്ടാളക്കാരുടെ മുൻപിൽ വെച്ചാണ് ജനമിങ്ങനെ ക്രിസ്തുവിനെ രാജാവ് എന്ന രീതിയിൽ കരുതി സ്വീകരിച്ചുകൊണ്ട് ഹോസാന ജൈവിളികളോടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക. ഹോശാന പ്രദക്ഷിണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം തന്നെ കാൽവരിയാണ്. കാൽവരിയിലേക്ക് പോകുന്നവൻ മരണത്തിന് മുൻപ് ജനത്തിൻ്റെ ജൈവിളികൾക്ക് മുൻപിൽ സന്തോഷിക്കുന്ന കാഴ്ചയാണ് ഹോശാനയ്ക്ക് പറയാനുള്ളത്. കുരിശാകുന്ന ബലിപീഠത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കത നമുക്ക് ഈശോയുടെ കണ്ണുകളിൽ കാണാനാകും. കുരുത്തോല കൊണ്ട് കുരിശ് നിർമ്മിക്കപ്പെടേണ്ട ഒരു വിശുദ്ധമായ കാലഘട്ടം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 8 വളരെ പേർ വഴികളിൽ വസ്ത്രങ്ങൾ വിരിച്ചു. ഹോശാന ഞായറാഴ്ചയുടെ വിശുദ്ധമായ ഓർമ്മപ്പെടുത്തലാണിത്. ബൈബിൾ ഭാഷയിൽ വസ്ത്രമെന്ന് പറഞ്ഞാൽ ജീവിതമാണ്. കുരിശിലേറാൻ ഒരുങ്ങുന്നവന് മുൻപിൽ നിൻ്റെ ജീവിതം എന്നും സമർപ്പിക്കണം. കാരണം കർത്താവ് മരിച്ചു മണ്ണടിയുന്നവനല്ല, മറിച്ച് എന്നും നിന്നോട് കൂടെയുള്ളവൻ, ഇമ്മാനുവലായ ദൈവം എന്നൊരു ഓർമ്മപ്പെടുത്തൽ. 16 വയസ്സുള്ള കുഞ്ഞിന് മെഡിക്കൽ സയൻസിന് കാണാൻ പറ്റാത്ത വണ്ണമുള്ള രോഗമുണ്ടായി മരണത്തോടെടുക്കുമ്പോൾ ആ പാവപ്പെട്ട അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് പള്ളിയിലേക്കാണ്. കാരണം അവൾക്കുറപ്പുണ്ട്, മരണത്തെ ജയിച്ചവൻ എൻ്റെ കുഞ്ഞിനെയും ജീവിതത്തിലേക്ക് നയിക്കുമെന്ന്. ഒരു ഹോശാനയുടെ കുരുത്തോല കൊണ്ട് കുരിശു തീർക്കുന്നവളുടെ സുവിശേഷ മാതൃക നമുക്കും വെളിച്ചമാകേണ്ടതുണ്ട്. 2022 ഹോശാന ഞായറാഴ്ച വത്തിക്കാനിൽ വെച്ച് ഒലിവില്ല കയ്യിലെടുത്തുകൊണ്ട് പാപ്പ ഫ്രാൻസിസ് ലോകത്തോട് വിളിച്ചു പറയുന്ന സവിശേഷമായ ഒരു സന്ദേശമുണ്ട്. എളിമയുള്ളവരാവുക, ക്രിസ്തുവിനെ അറിയാൻ നീ ഇനിയും വൈകിയിട്ടില്ല. ഹോശാന ഞായർ
വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, ബി സിമ്പിൾ, എളിമയുള്ളവരാകണേ. കാരണം ക്രിസ്തുവിനെ അറിയണം. നീ അറിയാൻ ഇനിയും വൈകിയിട്ടില്ല. അത്ഭുതങ്ങളുടെ അപ്പക്കഷ്ണം കൊണ്ട് ആശ്ചര്യം സൃഷ്ടിക്കുന്ന കർത്താവിനെ മാത്രമല്ല, കുരിശിൽ കിടന്ന് പിടയാൻ കരുത്തുള്ള കർത്താവിനെ നീ അറിയേണ്ടതുണ്ട്. ഇന്നും എന്നും പ്രിയപ്പെട്ടവൻ്റെ തള്ളിപ്പറയലിൽ ചങ്ക് തകർന്നു പോകുന്ന കർത്താവിനെയല്ല, മറിച്ച് 2 മരക്കഷ്ണങ്ങളിൽ 3 ആണികളിൽ ഈ ലോകത്തിനു വേണ്ടി പിടഞ്ഞു മരിച്ചുകൊണ്ട്, ദൈവമേ നിൻ്റെ പ്ലാനും പദ്ധതിയും എന്നിൽ പൂർത്തിയായി എന്ന് പറഞ്ഞ അഭിമാനത്തോടെ മരിച്ച ഒരു കർത്താവിനെ നീ അറിയേണ്ടതുണ്ട്. എന്നിട്ട് അവന് വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ സർവശക്തിയും എടുത്ത് നീ വിളിച്ചു പറയണം, ദാവീദിൻ്റെ പുത്രന് ഹോശാന. ഹോശാന തിരുനാളിൻ്റെ പുണ്യമംഗളങ്ങൾ.